അമേലിയസ് ഡൈൻ ആൻഡ് ട്രാവലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ അതിൻ്റെ ഒരു റെസിപ്പിയും അതോടൊപ്പം തന്നെ നമ്മുടെ ആമിക്കുട്ടിയുടെ പിറന്നാളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു ചെറിയ ബ്ലോഗും അതുപോലെ അമേലിയയുടെ പിറന്നാളിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ജൂൺ 6 അമേലിയയുടെ പിറന്നാൾ, അതായത് എൻ്റെയും ലച്ചൂസിൻ്റെയും പൊന്നോമനയായ ആമിക്കുട്ടിയുടെ പിറന്നാൾ. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് സ്വീറ്റ്സും അതുപോലെ തന്നെ ബാർബി കേക്കും ഒക്കെ ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ വീഡിയോസ് ഇതിനോടകം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ അത് കാണാവുന്നതാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോസും എല്ലാം, അതായത് ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണ്. അതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിലേക്ക് വരാം. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ എന്ന് പറയുന്നത്, അതായത് ഗോൾഡൻ ബസ്മതി റൈസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തന്നെ വൈറ്റ് റൈസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ നമ്മൾ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതിയാകും. നമ്മുടെ ഗോൾഡൻ ബസ്മതി റൈസ് നമ്മൾ ഒരു 1.5 മണിക്കൂറോളം കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ പായസവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർക്കാൻ പോകുന്നത്. കല്ലുപ്പ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ. അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസ്, അതായത് നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളത് ചൂടുവെള്ളത്തിലേക്ക് അത് ഇടാൻ പോവുകയാണ്. ഏകദേശം അത് ഇട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കേണ്ടതുണ്ട്. പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതായത് സൂരജ് ആട്ടയുടെ പാലടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഇതിലേക്ക് നമ്മൾ ബേ ലീഫ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അത് വെന്ത് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റേണ്ടതുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഊറ്റി എടുക്കേണ്ടതുണ്ട്. ഊറ്റി വെച്ച് കഴിഞ്ഞു. ഇത് ഒന്ന് തണുത്തതിന് ശേഷം
നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മസാലക്കൂട്ടുകൾ, അതായത് കറാമ്പൂ, കറുവപ്പട്ട, ഏലക്ക തുടങ്ങിയവ ചേർത്തിരിക്കുകയാണ്. അതുപോലെ സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പിറന്നാളായതുകൊണ്ട് കുറച്ച് കൂടുതൽ തയ്യാറാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ചേർക്കുന്നത്. അതുപോലെ ഡാൽഡ കൂടി നമ്മളതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ചെറുതായൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, അതേപോലെ 2 പച്ചമുളക് തുടങ്ങിയ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ മല്ലിയിലയും, അതായത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സോയാ സോസ് കൂടി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. കുറച്ച് നന്നായി ഒഴിക്കേണ്ടതുണ്ട്. അതിനുശേഷം ചെറുതായൊന്ന് ഇളക്കിയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി ഇത് നമ്മുടെ റൈസ് ചേർക്കാനുള്ള സമയമായി. നമുക്ക് നമ്മുടെ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് റോസ് വാട്ടർ കൂടി അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. അതിന് മുകളിലായി നമ്മൾ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തൂവി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ മുകളിലായിട്ട് കുറച്ച് ഡാൽഡ കൂടി നമ്മൾ തൂവിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് പൂർണ്ണമായും റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായിട്ടുള്ള, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് ചില്ലി ചിക്കനാണ്, അതായത് ചൈനീസ് ഡിഷായിട്ടുള്ള ചില്ലി ചിക്കൻ. ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പായസവും റെഡി ആയിട്ടുണ്ട്, വളരെ രുചിയേറിയ പായസവും. അതുപോലെ തന്നെ സലാഡും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ആമിക്കുട്ടിയുടെ പിറന്നാൾ വിശേഷങ്ങളിലേക്ക് പോകാം.
ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അമീലിയസ് ഡൈൻ ആൻഡ് ട്രാവൽ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം.